അരി ഇത്തിരി തെരഞ്ഞെടുപ്പായിട്ട് കൂടാണ് സ്ലൈറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശർക്കര ശർക്കര ചീരെടുത്ത് കുടിയുടെ അത്രഞ്ഞ ശർക്കരയുണ്ട് 2 കപ്പ്. ഒരു നാളികേരം ചെരുകിയത് 3 കപ്പുണ്ട്. 5 ഏലയ്ക്ക് തൊലി കളഞ്ഞെടുത്തതാണ്. ഇത് നല്ലോണം കുഴച്ച് യോജിക്കണം. വെള്ളത്താണ്ട് വേണം യോജിപ്പിക്കാൻ. ഇപ്പൊ ഇങ്ങനെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. 5 മിനിറ്റും കൂടി യോജിപ്പിക്കാം. ഇപ്പൊ പാകത്തിന് കഴിഞ്ഞു. ഇങ്ങനെ ഉരുട്ടുമ്പോ കിട്ടും. ഒരു പച്ചയിറക്കിൽ എടുത്തിട്ട് ഇതിൽ കോർത്താണ് നമ്മളാക്കണേ. അറ്റത്ത് ഒരു കെട്ട് ഒന്ന് പിരിച്ചെടുത്താൽ ചെറിയ കെട്ടാവും. ഇലയ്ക്ക് വലിപ്പമുള്ള ഇത്രയ്ക്ക് മാവെടുക്കാം. ഇത്തിരി നീളത്തിൽ റോളാക്കിയിട്ട് ഇലയുടെ തുമ്പിൽ വെച്ച് മടക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം മടക്കാൻ. അടുത്ത അപ്പം കൂടി വെച്ചിട്ട് കെട്ടുള്ളത്തിട്ട് മറ്റേ അറ്റത്ത് കോർത്തെടുക്കാം. ഈ അറ്റം ഒന്ന് കത്തി വെച്ച് ഷാർപ്പാക്കണം. ഇങ്ങനെ എല്ലാ തിരളിയപ്പവും കോർത്ത് വെക്കാം. ഇത് എത്ര ഉണ്ടാക്കിയിട്ട് വേറൊരു ഈരുവിനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇല കൂടുമ്പിളാക്കിയിട്ട് ഉള്ളിൽ മാവ് നിറച്ച് മാറ്റി ഈർക്കിലി കുത്തി ഉറപ്പിച്ചു വെക്കാം. അപ്പൊ ഇങ്ങനത്തെ കിട്ടും. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. തിരളിയപ്പം വെച്ചിട്ട് ഇടയിലുള്ള സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ തിരളിയപ്പം കൂടി വെക്കും. ഇനി 10-15